അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഗൗതം അദാനിക്കും അദാനി ഗ്രൂപ്പിന്റെ പ്രമുഖർക്കുമെതിരെ അഴിമതി കേസിൽ നടപടിക്ക് ഒരുങ്ങുമ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയവും കലങ്ങി മറിയുകയാണ്. അദാനിയുടെ ഫ്ലൈറ്റിൽ സത്യപ്രതിജ്ഞയ്ക്കെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണം തുടരുമ്പോൾ ഇന്ത്യയിൽ അദാനിയുടെ കമ്പനി നേടിയെടുക്കുന്ന പദ്ധതികളെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തും വ്യവസ്ഥാപിതമായ രീതിയിൽ അല്ലെന്നുമുള്ള ആക്ഷേപം ചെറുതല്ല. നേരത്തെയും രാജ്യത്തെ പ്രതിപക്ഷം അദാനിക്കെതിരായ ആക്ഷേപങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അദാനി ബന്ധവും ചർച്ചയാക്കിയിടത്തേക്കാണ് അടുത്ത കേസ് ഉയരുന്നത്. രാജ്യത്തിനകത്ത് അദാനിക്കെതിരെ ഒരു കേസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിന്തുണ ഉള്ളയിടത്തോളം കാലം ഉയരാൻ ഒരു സാധ്യതയുമില്ലെന്ന് ഉറപ്പിക്കുന്നിടത്താണ് US-ൽ രജിസ്റ്റർ ചെയ്തൊരു കേസ് ഇന്ത്യൻ സർക്കാരിനും BJPക്കും ഒരുപോലെ വെല്ലുവിളിയാകുന്നത്. US പ്രോസിക്യൂട്ടർമാരും റെഗുലേറ്റർമാരും ഒരു ഇന്ത്യൻ ശതകോടീശ്വരന്റെ ഹരിത പദ്ധതികളും രാജ്യത്തെ കരാറുകൾ നേടുന്നതിന്റെ രീതിയും അനധികൃത ധനകാര്യ രീതികളും കൈക്കൂലി സംവിധാനവുമാണ് അപസർപ്പക കഥ പോലെ ചർച്ചയാക്കുന്നത്. കൈക്കൂലി തട്ടിപ്പ് കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയും അറസ്റ്റിന് അമേരിക്കൻ ജസ്റ്റിസ് സംവിധാനം ഉത്തരവിടുകയും ചെയ്തതോടെ പണ്ടത്തെ ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ പണക്കാരന്. അഴിമതി, വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചാർത്തി ന്യൂയോർക്ക് ഫെഡറൽ കോടതിയാണ് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിക്കും അനന്തരവൻ സാഗർ അദാനിക്കും അദാനി ഗ്രീൻ എനർജി ഉന്നതർക്കുമെതിരെ കുറ്റാരോപണം കഴമ്പുള്ളതാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുക കൂടി ചെയ്തതോടെ കാര്യങ്ങൾ കൂടുതൽ ഗൗരവകരമായി. സോളാർ കരാറുകൾ ഒപ്പിടാൻ ഇന്ത്യൻ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് $265 മില്യൺ, അതായത് 2237 കോടി രൂപ കൈക്കൂലി നൽകുകയോ വാഗ്ദാനം ചെയ്യുകയോ ചെയ്തെന്നും അതേ പദ്ധതിക്കായി കമ്പനി കൈക്കൂല വിരുദ്ധ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് US-ൽ പണം സ്വരൂപിക്കുകയും ചെയ്യുന്നു എന്നതാണ് US നീതിന്യായ വകുപ്പ് ചുമത്തിയിരിക്കുന്ന കുറ്റം. US ഫെഡറൽ സെക്യൂരിറ്റീസ് നിയമപ്രകാരമുള്ള വഞ്ചനയാണ് വൈദ്യുതി കരാറുകളുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് നടത്തിയിരിക്കുന്നതെന്നാണ് കുറ്റാരോപണം. US-ലെ നിക്ഷേപകരെ കബളിപ്പിച്ചെന്നും ഇന്ത്യയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നതുമാണ് US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ കുറ്റാരോപണം. അദാനി ഗ്രീൻ എനർജിക്കായി $3 ബില്യൺ വായ്പയെടുക്കാൻ ഗൗതം അദാനി, സാഗർ അദാനി, വിനീത് ജെയിൻ എന്നിവർ വായ്പക്കാരിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും കൈക്കൂലിക്കാര്യം മറച്ചുവെച്ചതായി കുറ്റപത്രത്തിൽ പറയുന്നു. ഇത് തെളിയിക്കപ്പെട്ടാൽ ക്രിമിനൽ നടപടിക്രമങ്ങളാണ് നേരിടേണ്ടത്. അദാനി ഗ്രൂപ്പ് ആരോപണങ്ങളെയെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് തങ്ങൾ നിയമപരമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ആവർത്തിക്കുന്നുണ്ട്. ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഓഹരി വിപണിയിൽ ഇടിഞ്ഞതിനേക്കാൾ കുത്തനെയാണ് അദാനി ഓഹരികളുടെ ഇക്കുറിയുള്ള പോക്ക്. അദാനി എനർജി സൊല്യൂഷൻ 20% തകർച്ച നേരിട്ടപ്പോൾ അദാനി ഗ്രീൻ 18%, അദാനി ടോട്ടൽ ഗ്യാസ് 13%, അദാനി പവർ 14% നഷ്ടത്തിലായി. അദാനി ഗ്രൂപ്പിന്റെ മറ്റു ഓഹരികളും 10%-ലേറെ ഇടിവിലാണ് മാർക്കറ്റിലുള്ളത്. കുറ്റാരോപണ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് US-ലെ കോർപ്പറേറ്റ് ബോണ്ട് വിപണിയിൽ $600 മില്യൺ കടപ്പത്രങ്ങൾ അദാനി ടീം പുറത്തിറക്കിയിരുന്നു. 3 ഇരട്ടിയിലേറെ ആവശ്യക്കാരെത്തിയെങ്കിലും ആരോപണ റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ കടപ്പത്ര വിൽപ്പന റദ്ദാക്കി. രാഷ്ട്രീയമായി വിഷയത്തെ നേരിടാൻ കോൺഗ്രസും രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. കാലങ്ങളായി അദാനിക്കെതിരെ ശക്തമായ ആക്ഷേപങ്ങൾ നിർത്തുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഗൗതം അദാനിയെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്. അദാനിയുടെ സംരക്ഷക സെബി മേധാവി മാധവി ബുരി പുച്ചിനെതിരെയും അന്വേഷണം വേണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ഇവിടെ അദാനിജിയും മോദിജിയും ഒന്നിച്ചായതിനാൽ സേഫ് ആണെന്നാണ് രാഹുൽ ഗാന്ധി BJPയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. തിരഞ്ഞെടുപ്പിലെ ഏക് ഹേ തോ സേഫ് ഹേ എന്ന BJP മുദ്രാവാക്യം ഓർമ്മപ്പെടുത്തിയാണ് രാഹുൽ ഗാന്ധിയുടെ പരിഹാസം. മിസ്റ്റർ അദാനി അമേരിക്കൻ നിയമവും ഇന്ത്യൻ നിയമവും ലംഘിച്ചുവെന്ന് ഇപ്പോൾ അമേരിക്കയിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം അമേരിക്കയിൽ കുറ്റാരോപിതനായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മിസ്റ്റർ അദാനി ഇപ്പോഴും ഈ രാജ്യത്ത് ഒരു സ്വതന്ത്ര മനുഷ്യനായി ചുറ്റുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഞങ്ങൾ ഇത് വീണ്ടും ഉന്നയിച്ചതാണ്. മാധവി ബുച്ചിന്റെ പേരുയർന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ടും ഞങ്ങൾ ഈ അഴിമതി വിഷയം ഉന്നയിച്ചതാണ്. ഞങ്ങൾ പറഞ്ഞതിനെ സമർത്ഥിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദാനിയെ സംരക്ഷിക്കുന്നു. പ്രധാനമന്ത്രി അദാനിക്കൊപ്പം അഴിമതി നടത്തുകയാണ്. ഇത് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. അദാനിക്കെതിരെ ഇന്ത്യയിൽ ഒരു നടപടിയും ഉണ്ടാകില്ലെന്നും അത് മോദിയും അദാനിയും ഒന്നായതുകൊണ്ടാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. 10-15 കോടി രൂപയുടെ അഴിമതി കേസിൽ മുഖ്യമന്ത്രിമാർ ജയിലിൽ കിടന്നെങ്കിലും 2000 കോടി രൂപയുടെ അഴിമതി നടത്തിയ ഗൗതം അദാനി സ്വതന്ത്രനായി നടക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. അദാനിയെ അറസ്റ്റ് ചെയ്യാനുള്ള ശേഷി മോദിക്കില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശവും അന്വേഷണ ആവശ്യവും പാർലമെന്റ് ശൈത്യകാല സമ്മേളനം തിങ്കളാഴ്ച തുടങ്ങാനിരിക്കെ സഭയെ പ്രക്ഷുബ്ധമാക്കും.